ഒരു സ്ത്രീക്ക് പുരുഷനോട് താല്പര്യം തോന്നുന്നതിന് പിന്നിൽ പെട്ടെന്നുള്ള ഒരു ആകർഷണത്തെക്കാൾ ഉപരിയായിട്ട് ജൈവികമായ ചില പ്രത്യേകതകൾ കൂടെ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നാണ് പുതിയ പഠനങ്ങളൊക്കെയും പറയുന്നത്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പുരുഷൻ്റെ ഘനഗാംഭീര്യമായ ശരീരവും നടത്തവും ഉറച്ച മസിലുകളും തോളലുമൊക്കെയാണ് ഒരു പെണ്ണിനെ പുരുഷനിലേക്ക് വലിച്ചടിപ്പിക്കുന്നതെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുരുഷത്വ ലക്ഷണങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ പുരുഷന്മാർക്ക് ജിമ്മിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില അളവുകളൊക്കെ സ്ത്രീകൾക്ക് പുരുഷ സങ്കല്പത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. സ്ത്രീകൾ സാധാരണഗതിയിൽ പുരുഷന്മാരുടെ വിരിഞ്ഞ തോളും വി ഷേപ്പുള്ള, അതായത് മൊത്തത്തോടെ നോക്കുമ്പോൾ വിരിഞ്ഞ തോള്, ഒതുങ്ങിയ അരക്കെട്ട്, ഇങ്ങനെ ഒരു വി ഷേപ്പാണ് സ്ത്രീകൾ സാധാരണഗതിയിൽ പുരുഷനിൽ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരം ഷേപ്പുള്ള ഒരു പുരുഷൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ലെവല് കൃത്യമായിരിക്കുമെന്ന് ഒരു ധാരണ സ്ത്രീകളുടെ മനസ്സിൽ പണ്ട് മുതൽക്കേ പതിഞ്ഞു പോയിട്ടുണ്ട്. അതായത് പണ്ട് കാലത്തൊക്കെ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കരുത്തനായ ഒരു പുരുഷൻ്റെ സംരക്ഷണം സ്ത്രീക്ക് ആവശ്യമായിരുന്നു. അപ്പം അന്ന് മുതലുള്ള സ്ത്രീ മനസ്സിൻ്റെ പരിണാമപരമായ ഒരു പ്രത്യേകതയാണ് ഇത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് താടിയെല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ്. മുഖത്തെ ഉറച്ച താടിയെല്ലുകളും വശ്യമായ നോട്ടവും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെയുള്ള അത്യാവശ്യമുള്ള രോമങ്ങളുമൊക്കെ സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കാറുണ്ട്. ഇത്തരത്തിൽ ഒരു പുരുഷൻ്റെ മുഖലക്ഷണങ്ങൾ അയാളുടെ പ്രതിരോധ ശേഷിയെയും ജനിതക ഗുണങ്ങളെയും വിളിച്ചോതുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി അടുത്തത്, ഏതൊരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില പ്രത്യേക ഗന്ധമുണ്ട്. അതായത് ഫിറമോണിൻ്റെ ഒരു സാന്നിധ്യം. നമ്മൾ വില കൂടിയ പെർഫ്യൂമുകളൊക്കെ ഉപയോഗിച്ച് സ്ത്രീകളെ ഉണർത്താമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതൊരു പുരുഷനും സ്വാഭാവികമായ ഒരു ശാരീരിക ഗന്ധമുണ്ട്. അപ്പം ഓരോ പുരുഷൻ്റെയും വീരപ്പിൻ്റെയും ഗന്ധത്തിനും പിറകിൽ ഫെറമോണുകളുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ തൻ്റെ പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള പങ്കാളിയെ കണ്ടെത്താൻ ഈ ഗന്ധസ്ത്രീയെ സഹായിക്കുന്നു. അത് നമ്മൾ മൃഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇണയേരുന്ന സമയമാകുമ്പോൾ പെൺ ചിമ്പൻസിയുടെ ശരീരത്തിൽ നിന്ന് ചില ഗന്ധങ്ങൾ പുറപ്പെടുന്നു. ഇത് ആൺകുരങ്ങനെ അല്ലെങ്കിൽ അങ്ങോട്ട് ആകർഷിക്കുന്നതൊക്കെ ഈ സമാനമായ ഒരു പ്രത്യേകതയാണ് ഇതുമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് ശബ്ദ ഗാംഭീര്യം. പുരുഷൻ്റെ ഘനമുള്ള ശബ്ദം സ്ത്രീകളിൽ ശാരീരികമായ ഒരു ഉണർച്ച ഉണ്ടാക്കും. അതായത് താഴ്ന്ന പിച്ചിലുള്ള ഈ ശബ്ദം എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും പൗരുഷത്തിൻ്റെയൊക്കെ ഒരു കുറവാണ് എന്നാണ് സ്ത്രീകളുടെ മസ്തിഷ്കം സ്വീകരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ റേഡിയോ ജോക്കികളെ പോലെ ഘനഗാംഭീര്യമുള്ള ശബ്ദം അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ്, ഇങ്ങനെ ചില പ്രത്യേക ജോലി ചെയ്യുന്ന ആളുകളോട് സ്ത്രീകൾക്ക് ഈ താല്പര്യം തോന്നുന്നതിൻ്റെ പിറകിലുള്ള ഒരു കാരണവും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ പോലീസുകാർ, ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതായത് ഘനഗാംഭീര്യമുള്ള ശബ്ദമുള്ള പുരുഷന്മാരോട് സ്ത്രീകൾക്ക് ഒരു താല്പര്യം തോന്നുന്നതിൻ്റെ പ്രത്യേകപ്പെട്ട കാര്യം ഇതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ കരുത്ത് എന്ന് പറയുന്നത് കുടുംബത്തെയും തന്നെയും സംരക്ഷിക്കും എന്ന ഒരു ഉറപ്പാണ്. അപ്പോൾ ആത്മവിശ്വാസത്തോടുള്ള പെരുമാറ്റവും സ്ത്രീയെ പുരുഷനോട് അടുപ്പിക്കുന്നു. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും സ്ത്രീയുടെ ഒരു മനസ്സിലെ ധാരണ എന്ന് പറയുന്നത് പുരുഷൻ്റെ ലിംഗം അത്യാവശ്യം നീളവും വണ്ണവും ഒക്കെ ഉള്ളതായിരിക്കണം, അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് തന്നെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു ധാരണയും പലപ്പോഴും സ്ത്രീകളുടെ മനസ്സിൽ കൃത്യമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ള ഒരു തോന്നലൊന്നുമല്ല. ഓരോ സ്ത്രീയുടെയും മനസ്സിലൊന്നേക്കുന്ന ഒരു ധാരണയാണ്. തിരിച്ചറിയ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു പുരുഷത്വത്തിൻ്റെ അളവുകോലായിട്ടാണ് സ്ത്രീകൾ കണക്കാക്കുന്നത്. ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്പം ഹൈറ്റ് കൂടുതലുള്ള പുരുഷന്മാരുടെ സ്ത്രീകൾക്ക് താല്പര്യം കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഉയര കൂടുതൽ, മികച്ച ആരോഗ്യം, ഇതെല്ലാം ഈ ഉയര കൂടുതൽ, അല്പം മസിലുള്ള ശരീരം, ഇതെല്ലാം സ്ത്രീയെ ഉറച്ച ശരീരം, ഇതെല്ലാം സ്ത്രീയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഈ പുരുഷനുണ്ട് എന്നും തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന
അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർ, അല്ലെങ്കിൽ അത്ലറ്റിക് ബോഡിയുള്ള ആളുകളോടൊക്കെ പെണ്ണുങ്ങൾക്കൊരു താല്പര്യം തോന്നുന്നതിൻ്റെ പ്രത്യേകത ഇതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ഈ 6 അടി ഒക്കെ ഉയരമുള്ള സിനിമാ നടന്മാരോടൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വല്ലാത്തൊരു അഭിനിവേശമാണ്. ഇതിൻ്റെ പിറകിലുള്ള കാര്യവും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ 6 അടിക്കൊക്കെ ഉയരമുള്ള ആണുങ്ങൾ വേണമെന്നാണ് മിക്കവാറും പെണ്ണുങ്ങളുടെ ആഗ്രഹമെങ്കിലും അത്തരത്തിലുള്ള ആളുകൾ വളരെ എണ്ണത്തിൽ കുറവാണ് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെയും പറയുന്നത്. ഇനി പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് സൈക്കോളജിക്കലിയാണ്. നമ്മൾ പലപ്പോഴും പറയും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്മാരുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ഏത് പെണ്ണും പുറകെ വരുമെന്ന്. തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണത്തേക്കാൾ കൂടുതലായിട്ട് ഒരു പുരുഷൻ്റെ പുരുഷത്വവും കൂടെ സ്ത്രീകൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആത്മവിശ്വാസമുള്ള ഒരു പുരുഷനെയാണ് പണം കൂടുതലുള്ള പുരുഷനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സ്ത്രീകൾ പുരുഷന്മാരെ അറിയാതെ തന്നെ പലതരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ അവരിൽ നടത്താറുണ്ട്. ഇവർ അനാവശ്യമായ ചില ഡിമാൻഡ് വെക്കുക, അല്ലെങ്കിൽ ഇവർക്കുണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി പലപ്പോഴും പങ്കുവയ്ക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയും ആ സ്ത്രീക്ക് പിടുത്തം കൊടുക്കാതെ എന്നാൽ അവളെ വേണ്ട വിധത്തിൽ മാത്രം പരിഗണിക്കുന്ന ഒരു പുരുഷനോടാണ് അവൾക്ക് താല്പര്യം കൂടുതൽ. പലപ്പോഴും സ്ത്രീ ഈ ഫെമിനിസം ഒക്കെ പറയുന്നുണ്ട് എങ്കിലും, പുതിയ പഠനങ്ങളാട്ടോ പറയുന്നത്, അത്തരത്തിൽ പുരുഷനെ മറികടന്ന് ഒരു തീരുമാനം എടുത്ത് കുടുംബം കൊണ്ടുപോകണമെന്ന് സാധാരണഗതിയിലൊന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. അതായത് നേതൃത്വം, അല്ലെങ്കിൽ തന്നെ ഭരിക്കുക, നിയന്ത്രിക്കുക, ഇതിനൊക്കെ കഴിവുള്ള ഒരു പുരുഷനെ കൂടിയാണ് സ്ത്രീകൾ കൂടുതലായിട്ടും തേടുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് ഇങ്ങനെ പാവങ്ങളായിട്ടുള്ള ഒരു പുരുഷന്മാരോടൊന്നുമല്ല താല്പര്യം. അവർക്ക് വേണ്ടുന്നത് അവരിലെ വികാരങ്ങൾ ഉണർത്താൻ കഴിയുന്ന ശക്തനായ ഒരു പുരുഷനെയാണ്. ആവേശവും ആരോഗ്യവും അല്പസാഹസികതയും ഒക്കെ ഒത്തുചേർന്ന ഒരു പുരുഷനെയാണ് സ്ത്രീകൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പാവം പയ്യന്മാർ എപ്പോഴും തോറ്റു പോകുന്നത് സ്ത്രീകൾ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ അവർക്ക് തിരിച്ചറിയാൻ കഴിയാഞ്ഞിട്ടാണ്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അവളുടെ അപ്രതീക്ഷിതമായ ചോദ്യങ്ങളും മൂടുമാറ്റങ്ങളും ഒക്കെയും പുരുഷൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു കരുത്ത് അളക്കാനുള്ള പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പതറിപ്പോവുകയോ അവളുടെ പിന്നാലെ നടക്കുകയോ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്ന പുരുഷനെ അവൾക്ക് താല്പര്യം സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും എന്നുള്ളതാണ് പറയുന്നത്. അതായത് തന്നേക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കുന്ന ഒരു പുരുഷനെയാണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച ആത്മവിശ്വാസം, ധൈര്യം ഇവരുള്ള ഇത്തരത്തിലുള്ള പുരുഷന് പണം കുറവാണെങ്കിലും സ്ത്രീ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന ബാഡ് ബോയ്സിലേക്ക് സ്ത്രീകൾക്ക് ആകർഷണമുണ്ട് എന്ന് പറയുന്നത്. പലപ്പോഴും നല്ല ചെക്കന്മാരൊക്കെ പല പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരുമ്പോഴും മറ്റൊരു സഹായിക്കുക, ഒരു അപകടം പറ്റിയൊക്കെ കിടക്കുന്ന കണ്ടുമ്പോൾ ഈ പല മര്യാദരാമന്മാർക്കും അത്തരം ഒരു സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാകാതെ പേടിച്ച് പുറകോട്ട് മാറി നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബാഡ് ബോയ്സ് ആയിരിക്കും നേതൃത്വം ഏറ്റെടുത്ത് ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത്. സമാനമായ രീതിയിൽ നമുക്കറിയാം പല പുരുഷന്മാർ സ്ത്രീയുടെ പ്രസവ രംഗം കാണുമ്പോൾ ചില വളരെ മര്യാദക്കാരും നല്ലവരുമായ പല പുരുഷന്മാരും ഇത് കാണാൻ കഴിയാതെ ബോധം കിട്ടുന്ന നിലത്ത് വീഴാറുണ്ട് അല്ലേ. ഇതൊക്കെ ആ പുരുഷന്മാരുടെ ഒരു ധൈര്യത്തിൻ്റെ കുറവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരെയൊന്നും അല്ല സ്ത്രീകളെ യഥാർത്ഥത്തിൽ തേടുന്നത്. ജീവിതത്തിലും കിടപ്പറയിൽ ഒരുപോലെ ഉറച്ച നിലപാടുള്ള ഒരു പുരുഷനെ സ്ത്രീ ആഗ്രഹിക്കുന്നത്. അതായത് നേതൃത്വം നൽകാൻ പുരുഷന്മാരെ വെല്ലുവിളിച്ച ഒരു കാര്യം നടത്തുവാനൊന്നും സത്യത്തിൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഭൂരിഭാഗം പുരുഷന്മാർക്കും സ്ത്രീ പ്രതീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള അളവുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ ഇവരിൽ നിന്ന് അകന്നു പോകുന്നതിനും ബെഡ്റൂമിൽ പരാജയപ്പെടുന്നതിനുമുള്ള ഒരു കാരണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന വീഡിയോസ് സുഹൃത്തിന് ഷെയർ ചെയ്യുക, അതിലുപരി വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുവാൻ കൂടെ ശ്രമിക്കുക. താങ്ക് യു.